അടൂരിന്റെ മെത്രാച്ച മലങ്കര സഭയെ വേണ്ടെങ്കിൽ 34 വേണ്ടെങ്കിൽ അടിക്ക് പുറത്ത് കടന്നിട്ട് ഇഷ്ടം പോലെ കുരച്ചോളൂ. ആരിത് പറയുന്നറിയാവോ? ഭർത്തോമായുടെ മക്കൾ ഞങ്ങൾ. വട്ടശ്ശേരി തിരുമേനി ഞങ്ങൾക്കേകിയ സ്വാതന്ത്ര്യം. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം. പെരുമ്പാവൂർ തെരുവീതികളിൽ മലങ്കര വർഗീസ് ഒഴുക്കിയ ചോര. മലങ്കര സഭയ്ക്കായി ചൊരിഞ്ഞൊരു ചോര. ചോര കൊടുത്തും നീര് കൊടുത്തും കാതോലിക്കാൻ സംരക്ഷിക്കും. ജയ് ജയ് കാതോലിക്കോ. ജയ് ജയ് കാതോലിക്കോ. ജയ് ജയ് കാതോലിക്കോ. ജയ് ജയ് കാതോലിക്കോ. സിംഹാസനമതിലാരൂഢ മാത്യൂസ് തൃതീയൻ ബാവായ്ക്ക് മലങ്കര മക്കളുടെ അഭിവാദ്യങ്ങൾ. അടൂരിന്റെ മെത്രാച്ച അപ്രേം മെത്രാച്ച മലങ്കര സഭയെ വേണ്ടെങ്കിൽ 34 വേണ്ടെങ്കിൽ അന്നൊരു പട്ടം വേണ്ടെന്ന് വെച്ച് മലങ്കര സഭയ്ക്ക് പുറത്തുപോയി ഇഷ്ടം പോലെ പറഞ്ഞോളൂ. ജയ് ജയ് കാതോലിക്കോ. ജയ് ജയ് കാതോലിക്കോ. ജയ് ജയ് കാതോലിക്കോ. തിരിച്ചുകൂടി ഇങ്ങോട്ട് തിരിച്ചുകൂടി. കേറുന്നു അങ്ങോട്ട് കേറുന്നു. അങ്ങോട്ട് കേറി അങ്ങോട്ട് കേറി. കേറി നിൽക്കി. മലങ്കര സഭയുടെ വിവിധ ആശയങ്ങളിലായി എത്തി നടന്നു വന്ന പ്രധാനമായ സൗകര്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരെ ഇന്നുണ്ടായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സഭ ഏതൊരു പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ ഒരു ഭരണഘടനയുടെ നിയമവ്യവസ്ഥയും അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പ്രസ്ഥാനം വളരത്തുള്ളൂ. ഇപ്പം മലങ്കര സഭയുടെ ആണിക്കല്ലായ സുപ്രീം കോടതി പലതവണ അരക്കിട്ട് ഉറപ്പിച്ച ഈ സഭയുടെ ആത്മാക്കാട്ടയായിട്ടുള്ള ഭരണഘടനയ്ക്കെതിരായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്ത്യൻ ഉണ്ടായതിലുള്ള സഭാംഗങ്ങളായ ആൾക്കാരുടെ പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് രേഖപ്പെടുത്താനായിട്ട് കടന്നു വന്നത്. അത് പരിശുദ്ധ കാതോലിക്ക ബാവ തീരുമാനിച്ചോ സഭയ്ക്കോ എതിരായിട്ടുള്ള ഒരു നീക്കമൊന്നുമല്ല. ഇത് സഭ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ നമുക്ക് 2017 കിട്ടിയ സുപ്രീം കോടതി വിധി പൂർണ്ണമായി നടപ്പാക്കി മലങ്കര സഭയിലെ ഇരുഭാഗങ്ങളും ഈ സഭയുടെ ഭാഗം തന്നെയാണ്. ഒന്നായിട്ട് ഒരു സഭയായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. ബാക്കി കാര്യങ്ങൾ ഇതിന്റെ കോർഡിനേറ്ററായിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കും. ഇപ്പം ഏകദേശം ഇവിടെ ഞങ്ങൾ കൂടാനുള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അതായത് ഒരു രാജ്യത്തിന്റെ ഭരണഘടന പോലെ തന്നെ ഏറ്റവും ഒരു സഭയ്ക്ക് അതിന്റെ ഭരണഘടന ഏറ്റവും അത്യാവശ്യമാണ്. അതായത് ഭൗതികമായ ഭരണം നടക്കുന്നത് ആ ഭരണഘടന അനുസരിച്ചാണ്. നമുക്കറിയാം വളരെ ചുരുക്കം സഭകൾ ക്രൈസ്തവ സഭകൾക്ക് മാത്രമേ
ഭരണഘടനയുള്ളൂ. അതായത് ഇന്ത്യക്ക് ഭരണഘടന കിട്ടുന്നതിന് 1934 മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഭരണഘടന ഉണ്ടായത്. അത് സുപ്രീം കോടതി 1958 സുപ്രീം കോടതിയുടെ ഭരണഘടന അംഗീകരിച്ചതും നാളെ ഇതുവരെ അനേകം കോടതി വിധികൾ ഈ ഭരണഘടനയുടെ സാധുതയെ അംഗീകരിച്ചതുമാണ്. ഏറ്റവും അവസാനം 2015 ജൂലൈ 3 ഉണ്ടായ സുപ്രീം കോടതി വിധി ഒരു കാരണവശാലും ഈ കോടതി വിധി മാറ്റാൻ ചർച്ചയിലൂടെയോ മറ്റെന്ത് നിയമം ഉണ്ടാക്കിയോ പോലും മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു. അതിന് ഉപകരണമായിട്ട് അനേകം വിധികൾ വന്നു. ഒരിക്കലും ഈ വിധി മറികടക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി മറികടക്കാൻ ചിന്തിക്കുന്ന പോലും ഒരു പൗരന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള സുപ്രീം കോടതി അവഹേളിക്കുന്ന ഒരു തീരുമാനമാണ് അടൂർ ഭദ്രാസനത്തിന്റെ പത്രാമ്പലത്തിൽ നിന്നുണ്ടായത്. സുപ്രീം കോടതി വിധി അല്ലെങ്കിൽ ഭരണഘടന പ്രധാനമല്ല, അതൊന്നും നടപ്പിലാക്കണ്ട, അതൊന്നും അത്ര പ്രധാനമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയ്ക്ക് എതിരെ സംസാരിക്കുക, നിയമവാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ എല്ലാ പൗരന്മാർക്കും സുസ്ഥിരമായ ഒരു സമാധാന ജീവിതം ലഭിക്കുള്ളൂ. ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഭയോ ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടാൻ സാധിക്കുള്ളൂ. കാരണം എന്നാലേ തെറ്റുകൾ ഉണ്ടായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ഈ പ്രവണതയുടെ ആഗ്രഹം അല്ലെങ്കിൽ പിന്നീടുള്ള ഖേദവികാരം നിയമം എല്ലാം നശിപ്പിച്ചാൽ അവരുടെ ചെയ്തികൾ ആദ്യം ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അവർക്ക് ഭരണഘടനയോട് അലർജി തോന്നുന്നത്. കാരണം നിയമം അനുസരിച്ചാൽ പല കാര്യങ്ങളും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കപ്പെടും. കാരണം ഇവിടെ ഞങ്ങൾ കൂടാൻ വായിച്ചതിന് നമുക്ക് രാജ്യത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും പറയാനോ പ്രതികരിക്കാനോ സാധിക്കും. അപ്പൊ സഭയിൽ ഭരണഘടന ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ അധികാരവും സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം നയിക്കുക എന്നുള്ളതാണ് ചിലരുടെ ആഗ്രഹം. പിന്നീട് ഈ സുന്നതോസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു മെത്രാപ്പൊലീത്തയും പുറത്തു പറഞ്ഞ് അതിനെ അവഹേളിക്കാൻ ഒരു അവകാശം ഉണ്ടാക്കില്ല. പക്ഷെ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ പുറത്തു പറയാന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് അത്യധികമായ തെറ്റുണ്ടായി. അതൊരിക്കലും ഭരണഘടന അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പിതാവിനെയും അതിന്റെ ഭരണഘടനയും സുന്നതോസിനെ അംഗീകരിക്കുന്നവരാണ്. അതിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ഞങ്ങൾ അവർക്കെതിരെ തീർച്ചയായിട്ടും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഞങ്ങൾ സഭാമുഖ്യം ആഗ്രഹിക്കുന്ന ഈ 23-ാം തീയതി നടക്കുന്ന സുന്നതോസിൽ ഭരണഘടനയും സഭയും അതിന്റെ പിതാവിനെ അവഹേളിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ശക്തമായ സമര മുന്നേറ്റങ്ങൾ കാണേണ്ടി വരും. ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും ഒരു തീരുമാനം ഉണ്ടാവും. അതിന് മാതൃകാപരമായ തീരുമാനം ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ നാളെ ഇതുപോലെ പ്രവർത്തിക്കാൻ പലർക്കും പ്രേരണയാകും. ഇത് ആദ്യത്തെ അവസാനത്തെ ആയി മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധ പിതാവിനോട് ഇതിന്റെ കാര്യം അറിയിക്കും. ശക്തമായ ശരിയായ തീരുമാനം അവിടുന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് സഭാ നായകങ്ങളിലേക്കാണ് ബാംഗ്ലൂർ അഭ്യാസത്തിലുള്ള നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി നമ്മളെല്ലാം വിശ്വാസികളാണ്. ക്രിസ്തുവിനെയും ദൈവത്തെയും മറന്നുള്ള ഒരു പ്രവൃത്തിക്ക് നമ്മൾ മുന്നോട്ടില്ല. നമ്മുടെ സഭയുടെ വിശ്വാസവും വേദപുസ്തക പ്രമാണം അനുസരിച്ചുള്ള ജീവിതവും ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനൊരു ഭരണഘടന ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ്. ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ബഹുമാനപ്പെട്ട അത്രയും തിരുമേനി ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവന അത് സുന്നതോസിൽ പറയണം, തീരുമാനം ഉണ്ടാകണം. അതിനു പകരം വിശ്വാസികളായ നമ്മളെ വെളിയിലിട്ട് തമ്മിൽ തല്ലിക്കുന്ന ഒരു രീതി ശരിയല്ല. തിരുമേനിയുടെ അഭിപ്രായം തിരുമേനി പറയട്ടെ. മലങ്കര സഭയിൽ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ തിരുമേനിമാരെയും ബഹുമാനിക്കുന്നു. മലങ്കര സഭയിലെ ബിഷപ്പ്മാർക്ക് ട്രാൻസ്ഫർ വേണമെന്നൊരു പൊതു തത്വം നേരത്തെ അംഗീകരിച്ചതാണ്. അത് ഇപ്പോഴും പലരും പറയുന്നുമുണ്ട്. നല്ല കാര്യമാണ്. നമ്മൾ വിശ്വാസികൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പിതാക്കന്മാരെ ബഹുമാനിച്ച്, പിതാക്കന്മാരാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അനുസരിച്ച് വിശ്വാസത്തെയും ഭരണഘടനയും പലതരം കാതോലിക്ക ബാവയുടെ സ്ഥാനത്ത്, ബാവ പരിശുദ്ധായ സ്ഥാനത്ത്, അതും മലങ്കര മെത്രാപ്പൊലീത്തയുടെ സ്ഥാനത്ത് സഭയുടെ ഭരണവും നടക്കണം. അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് ആൾക്ക് നിർദ്ദേശം സമർപ്പിക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ച് അവിടെ തീരുമാനം ഉണ്ടാകണം.
ഇങ്ങനൊരു കൂടിവരവ് ഇപ്പോൾ സാധ്യമായത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ സഭയുടെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി വളരെ സങ്കടത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധമായിട്ട് ഇവിടെ വരാൻ കാരണം. അത് സന്തോഷത്തോടുകൂടിയുള്ള ഒരു പ്രതിഷേധമല്ലിത്. ആരെല്ലാം ഉണ്ടായാലും സഭ മുന്നോട്ട് പോകണം. നമ്മുടെ തലമുറയ്ക്ക് സഭ വേണം. സഭയിൽ അവർക്ക് പ്രവർത്തിക്കണം. അവരുടെ അഭിമാനമായിട്ട് സഭ മാറണം. അതിനുള്ള തീരുമാനങ്ങൾ സുന്നോദോസ് എടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സുന്നോദോസിന് ശക്തി പകരും. അതിൽ നാളെ ആര് മലങ്കര മെത്രാപ്പൊലീത്തായാലും ആര് കാതോലിക്ക ബാബായാലും നമ്മൾ മലങ്കര മക്കളതിന് പിന്തുണ കൊടുക്കും. അല്ല ഒരു വ്യക്തിയുടെ പേരിൽ കാതോലിക്ക എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മലങ്കര സഭയാണ് വിഷയം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ആയിട്ടാണ് നമുക്ക് വിഷയം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും അവിടേതായ ഓർത്തഡോക്സ് സഭകളുണ്ട്. ഇന്ത്യയിൽ ഒരു ദേശീയ സഭ വളർന്നു വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങുകളും മറ്റുള്ളവർ കൊടുക്കേണ്ടതിന് പകരം ഈ സഭയിലുള്ള ആൾക്കാരെ മറ്റുള്ള ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മളെ തമ്മിൽ തെല്ലിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് മാറ്റി ഒരു സഭയായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിലായ എനിക്കൊരു അവസരം വന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ പള്ളിയുടെ നമ്മൾ ട്രസ്റ്റി അൽമാനയുടെ സെക്രട്ടറിയുമായിരുന്ന വിദ്യാഭ്യാസ പ്രൊട്ടക്റ്റാറുണ്ട്. സഹോദരങ്ങൾ, മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു ഇന്ത്യൻ സഭയാണ്. ഈ സഭയിൽ നിന്ന് കാലാകാലങ്ങളിൽ പല വിഭാഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതിനുള്ള തുടക്കം കുറിക്കുന്നത് ഇങ്ങനെ ഓരോ പിതാക്കന്മാർ അത് അവരുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉള്ള നീക്കങ്ങളാണ്. അഭിമന്യ അപ്രയം തിരുമേനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ അത് സുന്നകദോസിലോ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലോ അതിന് അധികാരപ്പെട്ട സ്ഥാനികളുടെ മുമ്പിലോ സംസാരിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിലും പൊതു വേദികളിലും പറഞ്ഞ് ചർച്ചയാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥതാ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്വാർത്ഥന്മാരായിട്ടുള്ള പിതാക്കന്മാരെ സുന്നകദോസിൽ ഇരുത്താതെ അവരെ പുറത്താക്കി നടപടി സ്വീകരിക്കാനുള്ള ചുമതല പരിശുദ്ധ 23-ാം തീയതി കൊടുത്ത പരിശുദ്ധ സുന്നകദോസിനുണ്ട്. അവരത് നടപ്പാക്കും. മുൻകാലങ്ങളിലെ ചില പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ മെത്രാന്മാരെ അന്വേഷണ സമിതിയുമായി വെക്കുകയും അവരൊരു തെറ്റൊന്നും കാണുന്നില്ലെന്നൊരു റിപ്പോർട്ടുമൊക്കെ കൊടുത്ത് ഒതുക്കിവിടുന്ന ആ സമ്പ്രദായം ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നീക്കം ആര് നടത്തിയാലും, മെത്രാച്ചൻ നടത്തിയാലും, മാനേജിംഗ് കമ്മിറ്റി അംഗം നടത്തിയാലും, പുരോഹിതന്മാർ നടത്തിയാലും, ഈ ബാബ മുഴുവൻ നടത്തിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ മലങ്കര മക്കൾക്ക് ആവും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ സമരം പരിപാടി. ആയതുകൊണ്ട് അപ്രയം തിരുമേനിയുടെ നടപടിക്ക് യുക്തമായ ശിക്ഷ നടപടി സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി സഭാ നേതൃത്വത്തെ അറിയിക്കാനും ഉണർത്തിക്കാനുമാണ് ഞങ്ങളുടെ സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗത്തിൽ അവസരം നൽകി വളരെ സന്തോഷം. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അൽമായകളെ, കുടുംബമേ, ഇങ്ങനെയൊരു പ്രതിഷേധം കൂടുവാൻ വന്നതിൽ അതിയായി പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കാരണം 34 ഭരണഘടനയ്ക്ക് വേണ്ടി നിലപാടെടുത്തതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നതിൽ ഒരു രക്തസാക്ഷി കൂടിയാണ് ഞാൻ. അപ്പോൾ ആ 34-നെ എതിരായി സംസാരിക്കുന്ന ഈ തിരുമേനി ഭരണഘടന ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാ ഭരണ ചുമതലകളിൽ നിന്നും നീക്കേണ്ടത് അടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇതിനുവേണ്ടി ശക്തമായ നിലപാടെടുക്കാൻ കഴിയട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എടാ നീ എടാ
ഒറ്റ സ്ഥലം ഇത് പിടിച്ചില്ല അവർക്ക് പറഞ്ഞു കൊടുത്തു പറയാനായിട്ടോ അതിന്റെ കാര്യമില്ല ഇത് മറ്റുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ നടന്ന പ്രതിഷേധം ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. പ്രതിഷേധ സംഘമല്ല, പ്രതിഷേധ അഗ്നി. കാര്യം അതിന് ആ വാക്കാണ്, ദഹിപ്പിക്കുന്നതാണ് അഗ്നി. ഇത്രമാത്രം ഒരു മെത്രാപ്പോലീത്ത സഭയുടെ ഭരണഘടന അനുസരിച്ച് പുരോഹിതനായി മെത്രാപ്പോലീത്തയായി എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചിട്ട് കൊഞ്ഞനെ കാണിക്കുന്ന ഒരു രീതി അംഗീകരിക്കാവുന്നതല്ല. ഈ ക്ലിപ്പ് ആദ്യമേ ഞാൻ കണ്ടപ്പോൾ വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ അന്നേരം വാട്സപ്പിലൊക്കെ ഇട്ടിരുന്നു. അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം അത്രമാത്രം മ്ലേച്ഛമായ രീതിയിലാണ് സഭയെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് ആര് പ്രതികരിച്ചത്? ഒരു മെത്രാപ്പൊലീത്ത. അദ്ദേഹം ബാബ ആകാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങള് സഭയുടെ നേതൃത്വത്തിൽ വന്നാൽ നമ്മുടെ സഭയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ കോന്നി പ്രദേശത്ത് തുമ്പോൺ ഭദ്രാസനത്തിലുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും, എന്റെ സഹോദരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നിവിടെ വരാൻ കാരണം അത്രമാത്രം ഞങ്ങൾക്ക് ഇതിനുള്ള അതൃപ്തിയും സങ്കടവും വേദനയും ഞെട്ടലും പ്രതിഷേധമുണ്ട്. അത് ഞങ്ങളിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോലും പോകാതെ നേരിട്ട് ഇവിടെ വന്നത്. തീർച്ചയായിട്ടും ഇത്രയും പേരുടെ കൂടിയൊരു സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നു. അതിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിന്നു. കയറുന്നു. സഭയുടെ അടൂർ ഭദ്രാസനാധിപൻ സക്രിയാസ്മാൻ അബ്ദുൽ തിരുമേനിയുടെ സഭാവിരുദ്ധവും ഭരണഘടനയെ അവഗണിക്കുന്നതുമായ പ്രസ്താവനയ്ക്കെതിരെ സഭാമക്കളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. കാരണം സഭയുടെ മക്കളുടെ അഭിമാനമാണ് വ്രണപ്പെട്ടത്. അതിനെതിരെയുള്ള സമരാജ്ഞയാണ്, അതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നത്. ഞങ്ങളുടെ ആവശ്യം സഭയെ അവഹേളിച്ച സുന്നതദോസ് രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞ സഭാ ഭരണഘടന അവഹേളിച്ച തിരുമേനിയെ തക്കതായ ശിക്ഷാ നടപടികൾ കൊടുത്ത് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ജനങ്ങളുടെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. എല്ലാ മദ്രാസകളിലും ഇങ്ങനെ ഓരോ സംഘടനകളും ഇപ്പം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സഭയ്ക്ക് സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയുണ്ട്. ഇന്ത്യക്ക് ഭരണഘടന ലഭിക്കുന്നതിന് 1934 ലഭിച്ച ഭരണഘടനയാണ്. 58-ലെ ഭരണഘടനാ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ച, അതായത് അന്ന് 9 ജഡ്ജിമാരുള്ളതിൽ 5 ജഡ്ജിമാരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ച ഭരണഘടനയാണ്. ആ ഭരണഘടനയെ ഇരട്ടി സംസാരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതി അവഹേളിക്കുന്ന വിഷയമാണ്. അത് ഭാരത മക്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നേ ഇല്ല. അത് സഭയെ അവഹേളിച്ചു, ഭാരതത്തിന്റെ നീതി വ്യവസ്ഥയെ അവഹേളിച്ചു. അത് ഒരിക്കലും ഒരു ഉത്തരവാദിത്വം സ്ഥാനിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പാടില്ല. അത് ജനങ്ങൾ അംഗീകരിക്കുകയുമില്ല. അതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഭയുടെ ഭാഗമായി ഇന്ന് ഇപ്പോൾ വേറൊരു സഭയായി പ്രവർത്തിക്കുന്നതിനായിട്ട് അംഗജനത്തിന് സഭാംഗങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണ്. അത് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടിയുള്ള അംഗജനമാണ് നടക്കുന്നത്. അത് ഞങ്ങൾക്ക് യാതൊരു എതിരില്ല. ഇത്തരം ഒരു ടെർമാണ് സന്തോഷമാണ്. പക്ഷെ അത് വ്യവസ്ഥാപിതമായ പൗരോഹിത്യം ബാവ പറഞ്ഞതുപോലെ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് ബിഷപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ്.
ഈ നമ്മുടെ പ്രോഗ്രാമിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് OVS എന്ന പ്ലാറ്റ്ഫോം ഇവിടെ ഇന്ന് സംഘടിച്ചതിന്